ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഓർത്തൊരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. സോ യെസ്, ഐ എം ഗോണ ഡു എ നോർമൽ ഡേ ഇൻ മൈ ലൈഫ്. സോ ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ഇനി ഫ്രഷ് ആവണം ആൻഡ് എനിക്ക് ഓഫീസിൽ പോകാനുണ്ട്. അതിന് മുന്നേ എനിക്ക് വെട്ടുകാട് ചർച്ചിൽ പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എന്തൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല. സോ യെസ്, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ ഡേ. ഓക്കെ, സാധാരണ ഞാൻ എഴുന്നേൽക്കുമ്പോൾ പാട്ടൊക്കെ വെച്ച് കുറച്ച് പോസിറ്റീവ് വൈബിലൊക്കെയാണ് എണീക്കാറുള്ളത്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് പാട്ട് കേട്ട് ടൈം കളയണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ എണീറ്റു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒന്ന് നടന്നിട്ടൊക്കെ വരാം. കാരണം ഐ തിങ്ക് സൺറൈസ് വ്യൂ ഉണ്ടായിരിക്കും. പിന്നെ ചിലപ്പം മഞ്ഞ് കാണാൻ സാധ്യതയുണ്ട്. ഇപ്പം ജനുവരി ആയതുകൊണ്ട് അത്യാവശ്യം തണുപ്പുമുണ്ട്, മഞ്ഞ് കാണുമായിരിക്കും. അപ്പം നമുക്കൊന്ന് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അവിടെ സൺറൈസ് വ്യൂ ആണ്. നമുക്ക് ടെറസിൽ കയറി ഒന്ന് നോക്കാം. പിന്നെ ചെറിയൊരു മഞ്ഞുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറുതായിട്ടൊരു മഞ്ഞിൻ്റെ ഇതുണ്ട്. എവിടെയൊക്കെ നോക്കിയാൽ അറിയാം. കണ്ടോ? അപ്പോൾ നമുക്ക് ടെറസിൽ പോയി നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചെറിയൊരു മഞ്ഞും എല്ലാം ഉണ്ട്. സൺറൈസിൻ്റെ ആ ഒരു വെട്ടമാണ് അവിടെ കാണുന്നത്. പക്ഷേ ഡൂയിങ് വിത്ത് ബാക്ക് ക്യാമറ, സോ എന്നെ കാണുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല. ആൻഡ് ഈ വ്ളോഗിൽ ഇന്നിനി എന്തൊക്കെ നടക്കുമെന്നും എനിക്കറിയത്തില്ല. റീസെൻ്റ്ലി എൻ്റെ ലൈഫ് പോകുന്നത് ഒരു വലിയ ഫ്ലോയിലാണ്. 2026 തുടങ്ങിയതിന് ശേഷം എനിക്കങ്ങനെ വലിയ ഒരു 2026 തുടങ്ങിയ ഒരു ഇമ്പാക്റ്റ് എനിക്കില്ല. അപ്പോൾ അത് ഒന്ന് ഇന്ന് തൊട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ പോയി ബ്രഷ് ചെയ്ത് ഫ്രഷ് ആയിട്ട് റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, സീ. ഞാൻ ഇതുവരെ താഴെ പോയില്ല. എനിക്ക് ആ സൺറൈസ് കാണണമെന്ന് തോന്നി. ഞാനങ്ങനെ ഇവിടെ നിൽക്കുവാണ്. രാവിലെ നെഞ്ചു എനിക്കുന്നു, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, ഇറ്റ്സ് ഫൈൻ, പോട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിന്നു സൺറൈസ് ഒന്ന് നോക്കിയിട്ട് പോയി. ഇനി ഞാൻ റെഡി ആയിട്ട് വരാവേ. ഓക്കെ, ശരി. എനിക്ക് ഈ സൺറൈസും സൺസെറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഉച്ചയ്ക്കൊന്നും സൂര്യനെ കണ്ടാൽ എനിക്കിഷ്ടമല്ല. വെയിൽ എനിക്ക് പറ്റത്തില്ല, തലവേദനിക്കും. ബട്ട് സൺറൈസ് അല്ലെങ്കിൽ സൺസെറ്റ്സൊക്കെ ഇഷ്ടമാണ്. സോ എനിവേസ് നമുക്ക് പോയി റെഡി ആയിട്ട് വരാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ടൈം ഇന്ന് പോവും. ലാസ്റ്റ് എനിക്ക് ഓഫീസിലും ടൈമിന് എത്താൻ പറ്റത്തില്ല, വഴിയിൽ എവിടെയെങ്കിലും പെട്ടും പോവും. സോ നമുക്ക് എന്തായാലും നേരത്തെ പോകും, കുറച്ച് കുഴപ്പമില്ല. നമുക്കൊന്ന് റെഡി ആയിട്ടൊക്കെ വരാം. ഇതെൻ്റെ ഉച്ചയ്ക്കത്തോളം ലഞ്ചാണ്. സോ ഞാൻ റെഡി ആയി കഴിഞ്ഞു. അപ്പം എന്തായാലും ഞാനിനി പോയിട്ട് പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയിട്ട് അത് അവിടെ നിന്ന് ഓഫീസിൽ പോകണം. അപ്പോൾ ഇപ്പം ഞാൻ റെഡി ആയി. സോ ഇനി എല്ലാം എടുത്തിട്ട് ഇറങ്ങണം. അപ്പം എന്തായാലും പള്ളി എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട്. ഞാൻ കുറേ ആയി വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട്, അപ്പം എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഈയിടെയായിട്ട് ഞാൻ വെട്ടാട് പള്ളിയിൽ പോയ ഈ അണ്ടർഗ്രൗണ്ട് ഞാൻ ഒരിക്കലും മിസ് ചെയ്യാറില്ല. ബിക്കോസ് അതിനകത്ത് കയറുമ്പോൾ കിട്ടുന്ന ആ ഒരു പീസും കുറച്ച് നേരം ആ ഒരു നമ്മൾ വേറെ ഏതോ വേൾഡിൽ പോലത്തെ ഒരു ഫീൽ കിട്ടും. ഞാൻ എന്താ അതിനുള്ളിൽ ഒരു പ്രാർത്ഥിക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ പോയിരുന്ന് കരഞ്ഞു മെഴിയിട്ട് തിരിച്ചതാ ഇറങ്ങുവാണ്. ഇനി നമുക്ക് മെയിൻ പള്ളീൻ്റെ ഉള്ളിൽ പോകണം. അവിടെയും പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതാ ഞാൻ തിരിച്ചിറങ്ങിയാണ്. തിരിച്ചിറങ്ങിയപ്പോൾ ഇത് മറ്റേ എനിക്ക് പെട്ടെന്ന് താജ്മഹൽ പോലെയൊക്കെ ഫീൽ ചെയ്തു. കാരണം താജ്മഹൽ ഇങ്ങനെയാണല്ലോ, നമുക്ക് അവിടെ എത്തുമ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ.
സോ ഞാൻ എന്താ പുറത്തിറങ്ങി ബീച്ചിലോട്ട് പോകുന്നില്ല, ബിക്കോസ് നല്ല വെയിലാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്താ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. നല്ല വെയിലുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നേരെ ഓഫീസിലോട്ട് പോകണം. ഇനി എനിക്ക് മെഴുകുതിരിയും കൂടി കത്തിക്കാനുണ്ട്. അപ്പോൾ ഞാൻ മെഴുകുതിരിയും കൂടെ മേടിച്ച് കത്തിച്ചിട്ട് നമുക്ക് പോവാം, ഓഫീസിലോട്ട് പോകണം. നല്ല വെയിലുണ്ട്. ഞാൻ മുന്നേ ഒരാൾക്ക് വേണ്ടി ഒരു 100 മെഴുകുതിരി നേർന്നായിരുന്നു. അപ്പോൾ ഞാൻ വൺസ് അയാളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാനിങ്ങനെ ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു, പറ്റുമ്പോൾ അവിടെ പോകുമ്പോഴത്തേക്ക് അതൊന്ന് മേടിച്ച് കൊടുത്തേക്കണമെന്ന്. പക്ഷേ അയാൾ അത് ചെയ്തോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഞാനുമായിട്ടൊരു പ്രശ്നം വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആ 100 മെഴുകുതിരി മേടിച്ചങ്ങ് കത്തിച്ച്. എന്നിട്ട് ഇതിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ, ഞാൻ ഫാദറിൻ്റെ അടുത്ത് അനുഗ്രഹം മേടിക്കാൻ പോയപ്പോഴേ ഞാനിങ്ങനെ പാമ്പിനെ സ്വപ്നം കാണുന്ന ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, പാമ്പിൻ്റെ രൂപം മേടിക്കാൻ കിട്ടും, അത് മേടിച്ച് ക്രിസ്തുരാജൻ്റെ പാദത്തിൽ വെച്ചിട്ട് പൊക്കോളാൻ. അപ്പം ഞാനിങ്ങനെ പാമ്പിൻ്റെ രൂപം തപ്പി നടക്കുമായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് എനിക്ക് കിട്ടിയൊരു രൂപം. പിന്നെ ഞാൻ അതും കൊണ്ട് ഇനി ക്രിസ്തുരാജൻ്റെ പാദത്തിൽ വെച്ചിട്ട് നേരെ ഓഫീസിൽ പോകണം. ചെറുതായിട്ടൊന്ന് ലേറ്റായി, പോരാത്തതിന് നല്ല വെയിലും ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ വെയിലടിച്ചിട്ട് സത്യം പറഞ്ഞാൽ ആ പള്ളിയിൽ പോയി കിട്ടിയ സമാധാനവും കൂടി പോയി ആ വെയിലടിച്ചിട്ട്. കാരണം കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിലുമായിരുന്നു. എനിക്കാണെങ്കിൽ രാവിലെ തന്നെ അങ്ങ് തലവേദനയും തുടങ്ങി. പിന്നെ ആ തലവേദനയും കൊണ്ട് നേരെ ഓഫീസിൽ പോയി ഇരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. എനിക്ക് എന്താണ് എൻ്റെ മൈൻഡിൽ കൂടി പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. കുറേ പേഴ്സണാലിറ്റിയും കുറേ ഇമോഷനൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനുശേഷം ഓഫീസിൽ ഉച്ചയായപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. വേറെ അങ്ങനെ സംഭവ വികാസങ്ങളായിട്ടൊന്നും ഇന്നും നടന്നില്ല ഓഫീസിൽ. പിന്നെ ഇത് ഈവനിങ് ആയപ്പോൾ നമ്മൾ ശബരിമലയിൽ നിന്ന് ഒരാൾ പ്രസാദം കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ തുണ്ണിയപ്പോൾ ഭയങ്കര കട്ടിയില്ലേ, അതാണ് ഞാൻ ഇങ്ങനെ റബ്ബർ ഷീറ്റൊക്കെ എടുത്തിട്ട് ചവയ്ക്കണ പോലെ ചവച്ചുകൊണ്ടിരിക്കണത്. പിന്നെ ആസ് യൂഷ്വൽ വൈകുന്നേരമായി വീട്ടിൽ പോവാം. ഈ ഒരു ഗോൾഡൻ അവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓഫീസിൽ ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു സൺസെറ്റ് വ്യൂ. പിന്നെ ഇതൊഴിക്ക് ഫ്ലൈറ്റും പോകും, അതും നല്ല രസമാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എനിക്ക് അപ്പോളോ ഫാർമസി കയറണമായിരുന്നു. അവിടെ കയറിയപ്പോൾ വീഡിയോ എടുത്തില്ല, മറന്നുപോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു മരുന്ന് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ ജംഗ്ഷനിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് വണ്ടിയുടെ താക്കോല് കാണാതെ ഞാൻ തപ്പുമായിരുന്നു. പക്ഷേ തിരിച്ചു പോയി നോക്കിയപ്പോൾ വണ്ടിയിൽ തന്നെ ഭദ്രമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ വീട്ടിൽ വന്ന് കയറി ഉടനെ എൻ്റെ എയർപോർട്ട് ഞാൻ പോടേന്ന് പറഞ്ഞ ഒരൊറ്റ പോക്ക് അലമാരയുടെ അടിയിലോട്ട്. അതാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല, അലമാര നീക്കാൻ നോക്കിയിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ അങ്ങ് മൊത്തത്തിൽ ടയേർഡായി. കാരണം ഇങ്ങനെ തല കുനിഞ്ഞ് കിടന്ന് അത് നോക്കി തലയൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു. അതാണ് ഈ ദീർഘശ്വാസമൊക്കെ വിട്ട് നിൽക്കണത്. അമ്മുമ്മയാണെങ്കിൽ ഇവിടെ ബെഡ് സെറ്റാക്കി കിടന്ന് ഉറക്കമായി. ഞാനാണെങ്കിൽ അതിനിടയ്ക്ക് ഒന്ന് ടെറസിൽ പോയി. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അവളുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചു. ഏകദേശം 1 ഹവറോളം സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ നേരെ താഴെ വന്നിട്ട് ആ പില്ലോ ഇല്ലേ അവിടെ ഇരിക്കണം, അതിൽ ചാരി അങ്ങനെ ഇരുന്ന് ഒറ്റ ഇരുത്തമായിരുന്നു. ഒരു 2-3 മണിക്കൂർ അവിടെ ഇരുന്ന് റീൽസ് കണ്ട്. പിന്നെ ഇനി ഞാൻ എണീറ്റിട്ട് ഇനി എന്ത് ചെയ്യുമോ അറിയാതെയാണ് ഞാൻ ആ ഇരിപ്പിരിക്കണത്. പിന്നെ ഞാൻ വെച്ചു പോയി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ ആദ്യം വണ്ടി മൂടി വെച്ചു. പക്ഷേ എനിക്ക് ലിറ്ററലി പറഞ്ഞാൽ ഞാൻ ടയേർഡായിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതി എന്നൊരു കണ്ടീഷനായി. അപ്പോൾ ഇന്ന് അമ്മ നൈറ്റ് വീട്ടിലുണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് ഓഫായിരുന്നു, അതുകൊണ്ട് അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അമ്മേരോടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയാണെങ്കിൽ നാളത്തേക്ക് ചോറുണ്ടാക്കാൻ അരി അടുപ്പത്തിടാൻ വേണ്ടി കലത്തിൽ വെള്ളമൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ പിന്നെ നേരെ കുറച്ച് നേരം അമ്മയോട് എന്നിട്ട് പോയി കിടന്നു. കാരണം എനിക്ക് ഒട്ടും പറ്റണുണ്ടായിരുന്നില്ല, നല്ല നടുവേദനയും മൊത്തത്തിൽ ടയേർഡായിരുന്നു. പിന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങിയൊന്നുമില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്കും. എല്ലാവരും അങ്ങനെയല്ലേ, പോയി കിടന്നുറങ്ങാൻ ഉറക്കം വരത്തില്ലല്ലോ. ഞാനാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്താൽ ചിലപ്പോൾ ഉറക്കം വരുമായിരിക്കും. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.